Hi everybody, welcome to another video session of MTM College. Myself, I am Muhammad Fasil from Department of Commerce. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഏകദേശം 8ഓളം പ്രൊവിഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സെക്ഷൻ 22 ആണ്. അപ്പോൾ സെക്ഷൻ 22 പറയുന്നത് ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനി, ഒരു ബാങ്കിങ് കമ്പനിയുടെ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമതായിട്ട് അതിൽ പറയുന്നത് നോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ക്യാരി ഓൺ ബാങ്കിങ് ബിസിനസ് ഇന്ത്യ അൺലെസ്, അല്ലെ, ഒരു കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഇന്ത്യയിൽ ബാങ്കിങ് ബിസിനസ് നടത്താനുള്ള അധികാരമില്ല അല്ലെങ്കിൽ അവകാശമില്ല. ഏത് രണ്ട് കേസിലൊഴികെ ഒന്ന് ഇറ്റ് ഈസ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, അല്ല ഒന്നിരിക്കലും അതെന്താണോ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആവണം. അതിന് എന്തിൻ്റെ ആവശ്യമില്ല, ആർ ബി ഐയുടെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തെ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ഹോൾഡ്സ് ലൈസൻസ് ഇഷ്യൂഡ് ബൈ ആർ ബി ഐ, അല്ല ആർ ബി ഐയുടെ ലൈസൻസ് കിട്ടിയ ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആകാതെ, അല്ല ഈ രണ്ട് കേസിൽ ഒഴികെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഇന്ത്യയിൽ ബാങ്കിങ് ബിസിനസ് നടത്താനുള്ള അവകാശമില്ല. ഒന്നിരിക്കലും എന്താണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആവണം, അല്ലെങ്കിൽ എന്താകണം പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് വിത്ത് ദ ലൈസൻസ് ഇഷ്യൂഡ് ബൈ ആർ ബി ഐ ആയിരിക്കണം. ആർ ബി ഐയുടെ ലൈസൻസ് കിട്ടിയ ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആയിരിക്കണം. അടുത്തതായിട്ട് പറയുന്നത് ആർ ബി ഐ ക്യാൻ ക്യാൻസൽ എ ലൈസൻസ് ഗ്രാൻഡഡ് ടു എ കോപ്പറേറ്റീവ് ബാങ്ക്. ആർ ബി ഐക്ക് ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് നൽകിയ ലൈസൻസ് പിൻവലിക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ റദ്ദാക്കാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെ രണ്ട് സാഹചര്യങ്ങളിൽ? ഒന്നാമതായിട്ട് പറഞ്ഞത് ഇഫ് ദ ബാങ്ക് ക്ലോസസ് ദ ബാങ്കിങ് ബിസിനസ് ആ കോപ്പറേറ്റീവ് ബാങ്ക് അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ലൈസൻസ് ആര് അവസാനിപ്പിക്കും? ആർ ബി ഐ അവസാനിക്കും, അല്ലെങ്കിൽ റദ്ദാക്കും. അല്ലെങ്കിൽ ദ ബാങ്ക് ഡസ് നോട്ട് കംപ്ലൈ എനി കണ്ടീഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ ആർ ബി ഐ വൈൽ ഇഷ്യൂയിങ് ലൈസൻസ്, അല്ലേ, അത്തരത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ആർ ബി ഐ ലൈസൻസ് നൽകുമ്പോൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഏതെങ്കിലുമോ അല്ലെങ്കിൽ മൊത്തത്തിലോ അവർ പാലിക്കാതിരിക്കുകയാണെങ്കിൽ, അല്ലെ, ആർ ബി ഐ ലൈസൻസ് നൽകുമ്പോൾ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, അല്ലെ, ആ കണ്ടീഷൻസ് പാലിക്കാതിരിക്കുകയാണ് എങ്കിൽ ആർ ബി ഐക്ക് എന്ത് ചെയ്യാം, ലൈസൻസ് പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ രണ്ട് കേസുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ആർ ബി ഐ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത്. അല്ല, ഒന്ന് ബാങ്ക് അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർ ബി ഐ അത്തരത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നൽകിയ കണ്ടീഷൻസ് അവർ പാലിക്കാതിരിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അപ്പോൾ സെക്ഷൻ 22 ആയിരുന്നു അത്, അല്ലേ. അപ്പോൾ അതിൽ ലൈസൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സെക്ഷൻ 23 സബ്സെക്ഷൻ 4A ബ്രാഞ്ച് ഓപ്പണിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. സെക്ഷൻ 23 സബ്സെക്ഷൻ 4A പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ബ്രാഞ്ച് ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് പുതിയ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അവർ ചെയ്യേണ്ടത് നബാർഡിലൂടെ ആർ ബി ഐക്ക് അപ്ലിക്കേഷൻ സമർപ്പിക്കണം. അല്ല, ആദ്യം എന്ത് ചെയ്യണം, നബാർഡിലൂടെ അവർ ആർ ബി ഐക്ക് അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ. ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് പുതുതായിട്ടൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നബാർഡ് വഴിയാണ് അവർ എന്ത് ചെയ്യേണ്ടത്, ആർ ബി ഐക്ക് അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ആ ആപ്ലിക്കേഷൻ്റെ മുകളിൽ അവരുടെ യോഗ്യതയെ സംബന്ധിച്ചിട്ട് നബാർഡ് ആർ ബി ഐക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ആ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ബി ഐ ഒരു പുതിയ ബ്രാഞ്ച് അനുവദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലേ. അപ്പോൾ സെക്ഷൻ 23 സബ്സെക്ഷൻ 4A പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് പ്രധാനമായും പറഞ്ഞത് ബ്രാഞ്ച് ഓപ്പണിങ്ങിനെ കുറിച്ചാണ്. ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അതിന് വേണ്ട അപേക്ഷ സമർപ്പിക്കേണ്ടത് നബാർഡ് വഴിയാണ്. നബാർഡ് ആ അപേക്ഷയുടെ മേലെ അവരുടെ യോഗ്യതയെ സംബന്ധിച്ച് ആർ ബി ഐക്ക് റെക്കമെൻഡേഷൻ നൽകുന്നു. ആ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ബി ഐ എന്ത് ചെയ്യേണ്ടത്,
അവർക്ക് ബ്രാഞ്ച് അനുവദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇനി സെക്ഷൻ 24A RBI's പവർ ഓഫ് എക്സംഷൻ. അല്ല, RBIക്ക് ഒരു എക്സംഷനുള്ള പവറുണ്ട്. അതായത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ഏതെങ്കിലും പ്രൊവിഷനോ അല്ലെങ്കിൽ മുഴുവൻ പ്രൊവിഷനോ എക്സംപ്റ്റ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം RBIക്ക് ഉണ്ട്. അല്ല, ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ഏതെങ്കിലും നിയമമോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള നിയമം മുഴുവനുമോ എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം RBIക്ക് ഉണ്ട്. RBIക്ക് വിപുലമായ അധികാരങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഇനി നോക്കാം സെക്ഷൻ 27 to 31 സബ്മിഷൻ ഓഫ് റിട്ടേൺസ്. അല്ല, റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് സെക്ഷൻ 27 മുതൽ സെക്ഷൻ 31 വരെയുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്താണ് പറയുന്നത് വെച്ചാൽ, കോപ്പി ഓഫ് മന്ത്ലി റിട്ടേൺസ് ആൻഡ് ആനുവൽ അക്കൗണ്ട്സ് required to be submitted by the cooperative bank, also NABARD, as per the periodicity prescribed in the relevant sections of the act. അതായത് കോപ്പറേറ്റീവ് ബാങ്കുകൾ എല്ലാ വർഷവും ആനുവൽ അക്കൗണ്ട്സും അതുപോലെ തന്നെ എല്ലാ മാസവും മന്ത്ലി റിട്ടേൺസും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, RBIക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നബാർഡിനും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് എപ്പോൾ സമർപ്പിക്കണം? ഈ ആക്ടിൽ പറഞ്ഞിട്ടുള്ള പീരിയോഡിസിറ്റി കീപ്പ് ചെയ്തുകൊണ്ട്. ഈ ആക്ട് ഏത് സമയത്താണോ അതിൽ സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്, അല്ലേ? അപ്പോൾ മന്ത്ലി റിട്ടേൺസൊക്കെ ഒരു മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ തൊട്ട് മുന്നത്തെ വെള്ളിയാഴ്ചയാണ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്, അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഈ ആക്ട് പറയുന്ന സമയപരിധിക്കുള്ളിൽ എന്ത് ചെയ്യണം, സമർപ്പിക്കണം. അതാണ് സെക്ഷൻ 27 മുതൽ 31 വരെ പറയുന്നത്. സബ്മിഷൻ ഓഫ് റിട്ടേൺസ്. അല്ല, എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും നബാർഡിനും RBIക്കും എല്ലാ മാസവും മന്ത്ലി റിട്ടേൺസും എല്ലാ വർഷവും ആനുവൽ അക്കൗണ്ട്സും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്, റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? അത് എന്തിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം? ഈ ആക്ടിൻ്റെ പീരിയോഡിസിറ്റി കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം. ഈ ആക്ടിൽ അവ സമർപ്പിക്കാൻ നൽകപ്പെട്ടുള്ള സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം സമർപ്പിക്കേണ്ടത്. ഇനി പറയുന്നത് സെക്ഷൻ 35 ഇൻസ്പെക്ഷൻ. സെക്ഷൻ 35 പ്രകാരമാണ് ഇൻസ്പെക്ഷനെ കുറിച്ച് പറയുന്നത്. നബാർഡ് ഹാസ് ബീൻ എംപവർഡ് ടു ഇൻസ്പെക്ട് ദ കോപ്പറേറ്റീവ് ബാങ്ക് അതർ ദാൻ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. അല്ല, അതായത് നബാർഡിന് എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും, അല്ല പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ഒഴികെയുള്ള എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളിലും ഇൻസ്പെക്ഷൻ നടത്താനുള്ള, പരിശോധന നടത്താനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇത് RBIയുടെ അധികാരത്തിൻ്റെ മേലെ കടന്ന് കയറിക്കൊണ്ടാകരുത്, അല്ലെ? അങ്ങനെ കടന്നു കയറ്റമില്ലാത്ത രൂപത്തിൽ, ഒരു പ്രെജുഡിസ് ഉണ്ടാകാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം, നബാർഡിന് എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളിലും ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇൻസ്പെക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ്, അല്ലേ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളാണ് അവയിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അല്ലാത്ത എല്ലാ ബാങ്കുകളിലും ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരം നബാർഡിന് ഉണ്ട്. ഇനി സെക്ഷൻ 35A എന്താണ് പറയുന്നത്? പവർ ഓഫ് RBI ടു ഗീവ് ഡയറക്ഷൻ. അല്ല, RBIക്ക് ഡയറക്ഷൻ നൽകാനുള്ള അധികാരമാണ് ഇവിടെ പറയുന്നത്. RBI is empowered to issue direction to cooperative bank in general or to any cooperative bank in particular on any aspect of working of such bank. അല്ലെ, കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അല്ലെ ഏതെങ്കിലും ഒരു പ്രത്യേക ബാങ്കിനോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് പൊതുവായിട്ടോ ഇൻസ്ട്രക്ഷൻസ് നൽകാനുള്ള അധികാരം RBIക്ക് ഉണ്ട്. അല്ല, RBIക്ക് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മേലെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള, ഉത്തരവുകൾ നൽകാനുള്ള അധികാരമുണ്ട്. എങ്ങനെയാണ് അത്? ഏതെങ്കിലും പ്രത്യേക കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രമോ അല്ലെങ്കിൽ പൊതുവായിട്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മൊത്തത്തിലോ ഇൻസ്ട്രക്ഷൻ നൽകാനുള്ള അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? RBIക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, താങ്ക് യു.